ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് കൊഴുക്കട്ട. അതിനാണ് ഞാനിവിടെ അരിപ്പൊടിയെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ പൊടിയാട്ടോ, നൂൽപുട്ടും ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. അതാണ് കൊഴുക്കട്ടയ്ക്ക് എടുത്തേക്കുന്നത്. ഇത് വെല്ലം ചിരണ്ടിയത്, തേങ്ങ, പിന്നെ ഇത് ഞാൻ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അരിപ്പൊടിയിൽ ഒഴിച്ച് കുഴയ്ക്കാനുള്ള വെള്ളം തിളച്ചിരിപ്പുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. നമുക്കിപ്പോൾ കുഴയ്ക്കാം. അതിൽ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കുക. നല്ല തിളച്ച വെള്ളം കേട്ടോ. ഇതാ നമ്മുടെ കൊഴുക്കട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കയ്യെ പിടിക്കാതിരിക്കാൻ കയ്യിൻ്റെ ഉള്ളിൽ ലേശം പച്ചവെള്ളമോ അല്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും മതി. എന്തെങ്കിലും പുരട്ടിയിട്ട് ഇതേമാതിരി ഉരുട്ടിയെടുക്കുക. അതിൻ്റെ കൂട്ട് ഞാനിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. വെല്ലവും തേങ്ങയും ജീരകവും ഏലക്കായും. ഇതേമാതിരി കൊഴുക്കട്ട റെഡി. നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡിയായി, എല്ലാം ഉണ്ടയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പിൽ വെക്കാൻ പോവുക. നമ്മുടെ കൊഴുക്കട്ട മുഴുവൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു. ഞാൻ അടയ്ക്കുക കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറക്കുക. ഇത് വേവിക്കാൻ 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടുക. കൊഴുക്കട്ട മുഴുവൻ വെന്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായ കൊഴുക്കട്ട ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.